പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് ആനുകാലികം 2024 പാർട്ട് 5 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി 4 വീഡിയോസ് ചെയ്തു. അപ്പം നമുക്ക് അഞ്ചാമത്തെ പാർട്ട് വീഡിയോ നമുക്ക് നോക്കാം. നമ്മൾ 15 ചോദ്യങ്ങളാണ് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇന്ന് നമുക്ക് 15 ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നിങ്ങൾക്കിത് ചോദ്യങ്ങൾ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 18ാം ലോകസഭയിലെ പ്രോടൈം സ്പീക്കറായ അംഗമാരാണ്? 18ാം ലോകസഭയിലെ പ്രോടൈം സ്പീക്കറായ അംഗം ആരാണ്? ഉത്തരം ഭർതൃഹരി മെഹ്താബാണ്. ഭർതൃഹരി മെഹ്താബാണ് 18ാം ലോകസഭയുടെ പ്രോടൈം സ്പീക്കറായ അംഗം. രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാൻ രൂപീകരിച്ച 5-അംഗ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാൻ രൂപീകരിച്ച 5-അംഗ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം എ ഷാജഹാനാണ്. എ ഷാജഹാനാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാൻ രൂപീകരിച്ച 5-അംഗ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ. മൂന്നാമത്തെ ചോദ്യം, കെ.വി. സിംഗ്ദേവ്, പ്രവതി പരിന്ദ എന്നിവർ ഏത് സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിമാരായാണ് ജൂൺ 12 സ്ഥാനമേറ്റത്? കെ.വി. സിംഗ്ദേവ്, പ്രവതി പരിന്ദ എന്നിവർ ഏത് സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിമാരായാണ് ജൂൺ 12 സ്ഥാനമേറ്റത്? ഉത്തരം ഒഡീഷ. അപ്പോൾ ഒഡീഷയുടെ ഉപമുഖ്യമന്ത്രിമാരായിട്ടാണ് കെ.വി. സിംഗ്ദേവ്, പ്രവതി പരിന്ദ എന്നിവർ ജൂൺ 12 സ്ഥാനമേറ്റത്. നാലാമത്തെ ചോദ്യം, തുടർച്ചയായി 2ാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സിക്കിം ക്രാന്തികാരി മോർച്ച സ്ഥാപക നേതാവ് ആരാണ്? തുടർച്ചയായി 2ാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സിക്കിം ക്രാന്തികാരി മോർച്ച സ്ഥാപക നേതാവ് ആരാണ്? ഉത്തരം പ്രേം സിംഗ് തമാങ് ആണ്. പ്രേം സിംഗ് തമാങ്. അഞ്ചാമത്തെ ചോദ്യം, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി 3ാം തവണയും അധികാരത്തിലെത്തിയ BJP നേതാവ് ആരാണ്? അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി 3ാം തവണയും അധികാരത്തിലെത്തിയ BJP നേതാവ് ആരാണ്? ഉത്തരം പേമ ഖണ്ഡു ആണ്. പേമ ഖണ്ഡു ആണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് 3ാം തവണയും അധികാരത്തിലെത്തിയ BJP നേതാവ്. ആറാമത്തെ ചോദ്യം, ഒഡീഷയിലെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവ് ആരാണ്? ഒഡീഷയിലെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റ ഗോത്രവർഗ നേതാവ് ആരാണ്? ഉത്തരം മോഹൻ ചരൺ മാജിയാണ്. മോഹൻ ചരൺ മാജിയാണ് ഒഡീഷയിലെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവ്. ഏഴാമത്തെ ചോദ്യം, ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റ തെലുങ്ക് സിനിമാ താരം ആരാണ്? ഉത്തരം പവൻ കല്യാണാണ്. പവൻ കല്യാണാണ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റ തെലുങ്ക് സിനിമാ താരം. എട്ടാമത്തെ ചോദ്യം, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4ാം തവണയും അധികാരമേറ്റ തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ആരാണ്? ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4ാം തവണയും അധികാരമേറ്റ തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ആരാണ്? ഉത്തരം എൻ ചന്ദ്രബാബു നായിഡു. എൻ ചന്ദ്രബാബു നായിഡുവാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4ാം തവണയും അധികാരമേറ്റ തെലുങ്ക് ദേശം പാർട്ടി നേതാവ്. ഒമ്പതാമത്തെ ചോദ്യം, 3ാം നരേന്ദ്രമോദി സർക്കാരിൽ ന്യൂനപക്ഷക്കാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുകളുടെ സഹമന്ത്രിയായി ചുമതലയേറ്റ മലയാളി ആരാണ്? ഉത്തരം ജോർജ് കുര്യൻ. 3ാം നരേന്ദ്രമോദി സർക്കാരിൽ ന്യൂനപക്ഷക്കാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുകളുടെ സഹമന്ത്രിയായിട്ട് ചുമതലയേറ്റ മലയാളി ആരാണ്? ഉത്തരം ജോർജ് കുര്യനാണ്. പത്താമത്തെ ചോദ്യം, 3ാം നരേന്ദ്രമോദി സർക്കാരിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതക വകുപ്പുകളുടെ സഹമന്ത്രിയായിട്ട് ചുമതലയേറ്റ മലയാളി ആരാണ്? 3ാം നരേന്ദ്രമോദി സർക്കാരിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതക വകുപ്പ് ഇതിൻ്റെ എല്ലാം സഹമന്ത്രിയായിട്ട് ചുമതലയേറ്റ മലയാളി ആരാണ്? ഉത്തരം സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപിയാണ് 3ാം നരേന്ദ്രമോദി സർക്കാരിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതക വകുപ്പുകളുടെ സഹമന്ത്രിയായിട്ട് ചുമതലയേറ്റ മലയാളി. 11ാമത്തെ ചോദ്യം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ
കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18ലും വിജയിച്ച രാഷ്ട്രീയ സഖ്യം ഏതാണ്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18ലും വിജയിച്ച രാഷ്ട്രീയ സഖ്യം ഏതാണ്? ഉത്തരം UDF ആണ്. അപ്പോൾ UDF ആണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18ലും വിജയിച്ച രാഷ്ട്രീയ സഖ്യം. 12ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ BJP അംഗമാരാണ്? കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ BJP അംഗം ആരാണ്? ഉത്തരം സുരേഷ് ഗോപി. സുരേഷ് ഗോപിയാണ് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ BJP അംഗം. 13ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാംഗം ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി ആരാണ്? കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാംഗം ആയതിനുള്ള റെക്കോർഡിൽ കുറിച്ച വ്യക്തി ആരാണ്? ഉത്തരം കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണയാണ്. കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാംഗമായതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണ. 14 ചോദ്യം 14, 2024 പൊതു തിരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗമാരാണ്? 2024 പൊതു തിരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗമാരാണ്? ഉത്തരം TR ബാലു. 82 വയസ്സ്. അപ്പോൾ TR ബാലു ആണ് 2024 പൊതു തിരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം. 15ാമത്തെ ചോദ്യം, 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടി ലോക്സഭയിൽ എത്തിയ വ്യക്തി ആരാണ്? 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടി ലോക്സഭയിലെത്തിയ വ്യക്തി ആരാണ്? ഉത്തരം രവീന്ദ്ര വൈക്കറാണ്. രവീന്ദ്ര വൈക്കർ. മുംബൈ നോർത്ത് വെസ്റ്റ് 48 വോട്ടാണ്. 48 വോട്ടാണ് ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയിട്ട് ലോക്സഭയിലെത്തിയ വ്യക്തിയാണ് രവീന്ദ്ര വൈക്കർ. ഓക്കെ, താങ്ക് യു.